ഇന്ത്യയും ചൈനയും തമ്മിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ശത്രുബന്ധം ഇപ്പോൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയുടെ പടിവാതിൽക്കൽ തന്നെ ചൈന നിശബ്ദമായി വമ്പിച്ച അടിസ്ഥാന സൗകര്യ വികസനവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. LACക്ക് സമീപം സിൻജിയാങ്ങിന്റെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതും അക്സായി ചിൻ മുറിച്ചു കടക്കുന്നതുമായ ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ ഭാഗങ്ങൾക്ക് സമീപം അതുവഴി കടന്നു പോകുന്നതുമായ ഒരു പദ്ധതിയാണ് ചൈന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ചൈനയിലെ ഇന്നുവരെയുള്ള ഏറ്റവും അഭിലഷണീയമായ റെയിൽ പദ്ധതികളിലൊന്നായ സിൻജിയാങ് ടിബറ്റ് റെയിൽവേയാണ് ഈ പദ്ധതിയുടെ കാതൽ. ഏകദേശം 5000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇത് ടിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാറ്റ്സയെ സിൻജിയാങ്ങിന്റെ ഹോട്ടലുമായി ബന്ധിപ്പിക്കുകയും ലാസയിലെ നിലവിലുള്ള റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. ഇത് പൂർത്തിയാകുമ്പോൾ ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ മേഖലകൾക്കിടയിൽ 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തന്ത്രപ്രധാന ഇടനാഴിയായി ഇത് മാറും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിൽ നിന്ന് വളരെ അകലെയല്ലാത്ത സെൻസിറ്റീവ് ഭൂപ്രദേശങ്ങളുടെ കടന്നു പോകുന്ന ഒരു നേരിട്ടുള്ള റെയിൽ പാതയായി ഇത് മാറും. അതേപോലെ തന്നെ ഈ പാതയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഇതിന്റെ വ്യാപ്തിയെ അടിവരയിട്ട് കാണിച്ചിരിക്കുകയാണ്. അതായത് കുൻലുൻ, കാരക്കോറം, കൈലാഷ്, ഹിമാലയൻ പർവ്വതനിരകൾ കടന്ന് ശരാശരി 4500 മീറ്ററിലധികം ഉയരത്തിൽ ഈ റെയിൽവേ കടന്നുപോകും. ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടി പാതയുടെ 2/3 ഭാഗവും പാലങ്ങളും തുരങ്കങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെടും. മഞ്ഞുകാലത്ത് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് -40°C ആയിട്ടാണ് കുറയുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിലെ മിക്ക ഉൾനാടൻ പ്രദേശങ്ങളെയും ഓക്സിജന്റെ അളവ് പകുതിയിൽ താഴെയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹിമാനികൾ, തണുത്തുറഞ്ഞ നദികൾ, പെർമോഫ്രോസ്റ്റ് മേഖലകൾ എന്നിവയിലൂടെ ഈ ട്രെയിൻ സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ചൈനയുടെ എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ പ്രൊജക്റ്റ് ആണ്. അതായത് കഠിനമായ കാലാവസ്ഥ, യന്ത്രങ്ങളുടെ തേയ്മാനം, ഉയർന്ന ലോജിസ്റ്റിക്സ് ചെലവുകൾ, പീഠഭൂമിയുടെ പാരിസ്ഥിതിക സംവേദനക്ഷമത എന്നിവയെല്ലാം ഈ പുരോഗതിയെ മന്ദഗതിയിലാക്കുന്ന ഘടകങ്ങളാണ്. ഈ നവംബറിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും പൂർത്തിയാക്കാൻ ഏകദേശം 1 ദശാബ്ദം എടുക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിനുകൾ മണിക്കൂറിൽ 120 മുതൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. വർഷങ്ങളായി ഈ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2008 ചൈനയുടെ ഇടത്തരം ദീർഘകാല റെയിൽവേ നെറ്റ്വർക്ക് പദ്ധതിയിലാണ് ഈ ആശയം ആദ്യമായി ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഈ വർഷം ഏപ്രിലിൽ ചൈനയുടെ ഗതാഗത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ 2025 ഔദ്യോഗികമായി പണി ആരംഭിക്കുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഈ പദ്ധതിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിനായി ചൈന ഔദ്യോഗികമായി ഒരു പുതിയ കമ്പനി തന്നെ രൂപീകരിച്ചു. സിൻജിയാങ് ടിബറ്റ് റെയിൽവേ കമ്പനി എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. ഇത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. കൂടാതെ 95 ബില്യൺ യുവാൻ, ഏകദേശം $13.2 ബില്യൺ പ്രാരംഭ മൂലധനമായി ഇതിനു വേണ്ടി രജിസ്റ്ററും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആ $13.2 ബില്യൺ പ്രാരംഭ കണക്ക് മാത്രമാണ്. ഇത് പദ്ധതിയുടെ യഥാർത്ഥ ചെലവല്ല. ചൈനയുടെ തന്നെ മറ്റൊരു പദ്ധതിയായ 1800 കിലോമീറ്റർ ദൈർഘ്യമുള്ള സിജുവാൻ ടിബറ്റ് റെയിൽവേക്ക് ഏകദേശം $45 ബില്യൺ ആണ് ചെലവായത്. സിൻജിയാങ് ടിബറ്റ് ലൈൻ ഇരട്ടിയിലധികം നീളമുള്ളതും കൂടുതൽ കഠിനമായ ഭൂപ്രദേശങ്ങളെ കടന്നു പോകുന്നതുമാണെന്നതിനാൽ തന്നെ അന്തിമ ബിൽ വളരെയധികം കൂടുതലാകാനാണ് സാധ്യത. അതായത് വിശകലന വിദഗ്ധർ പറയുന്നത് അവരുടെ അഭിപ്രായത്തിൽ ഇതിനെ ലോകത്തിലെ ഏറ്റവും ചിലവേറിയതും സാങ്കേതികമായി വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു റെയിൽവേ പദ്ധതിയാണ് എന്നാണ്. നിലവിൽ റെക്കോർഡിൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെലവേറിയ റെയിൽവേ പദ്ധതികളിൽ ഒന്നാണ് മോസ്കോയ്ക്കും സെന്റ് പീറ്റേഴ്സ്ബർഗിനും ഇടയിലുള്ള റഷ്യയുടെ അതിവേഗ പാതയായ 679 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ളതും ഏകദേശം $25 ബില്യൺ വിലയുള്ളതുമായ പാത. ചൈന ശരിക്കും പറഞ്ഞാൽ ഒരു വാണിജ്യ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ റെയിൽവേ നിർമ്മിക്കുന്നത്. ഇത് ചൈനീസ് റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് മുറിച്ചു കടക്കുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ജനസാന്ദ്രത കുറഞ്ഞതും സാമ്പത്തിക പ്രവർത്തനങ്ങൾ കുറവുമുള്ള സ്ഥലമാണ്. പകരം ടിബറ്റിലും സിൻജിയാങ്ങിലും ചൈനയുടെ പിടി ഉറപ്പിക്കുന്നതിനും അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈന്യത്തിന് വേഗത്തിൽ പ്രവേശനം നൽകുന്നതിനുമുള്ള തന്ത്രപരമായ ചൈനയുടെ ഒരു പദ്ധതിയാണിത്. സിൻജിയാങ് ടിബറ്റ് റെയിൽവേ ടൂറിസം, വ്യാപാരം, പ്രാദേശിക വികസനം എന്നിവയെ ഉത്തേജിപ്പിക്കുമെന്ന് ചൈന പറയുന്നു. പുതുതായി രജിസ്റ്റർ ചെയ്ത സിൻജിയാങ് ടിബറ്റ് റെയിൽവേ കമ്പനി റിയൽ എസ്റ്റേറ്റ്, കാറ്ററിംഗ്, അന്താരാഷ്ട്ര പ്രൊജക്ടുകൾ തുടങ്ങിയ ബിസിനസ്സുകളെ പോലും അതിന്റെ പോർട്ട്ഫോളിയോയിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തന്ത്രപരമായ ഉദ്ദേശം കൂടുതൽ പ്രകടവുമാണ്. അതായത് ചോങ്കിങ് ആസ്ഥാനമായുള്ള 13ാം ഗ്രൂപ്പ് ആർമിയിൽ നിന്ന് പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് ടിബറ്റിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ ഈ പാത സഹായിക്കും. ഇത് ഹിമാലയൻ അതിർത്തിയിലേക്ക് സൈനികരുടെയും സാധനങ്ങളുടെയും വേഗത്തിലുള്ള നീക്കവും സാധ്യമാക്കും. 2006 കിങ്ഹായ് ലാസ പാതയിലൂടെയാണ് ചൈന ആദ്യമായി ടിബറ്റിലേക്ക് റെയിൽപാത സ്ഥാപിച്ചത്. അക്കാലത്ത് ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമായും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാതയായും വാഴ്ത്തപ്പെട്ടിരുന്നു. 4000 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ 960 കിലോമീറ്ററിലധികം ഓടുന്നതായിരുന്നു ഈ പാത.
എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റിനെ ചൈനയുടെ ഹൃദയഭൂമിയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള ചൈനയുടെ ഭൗതികമായി ആരംഭിക്കുന്നതിന്റെ തുടക്കം കൂടിയായിരുന്നു അന്നിത്. പുതിയ സിൻജിയാങ് ടിബറ്റ് പാത വിശാലമായ ഒരു പദ്ധതിയുടെ ഭാഗമായി മാറുകയാണ് ഇപ്പോൾ. ടിബറ്റിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ചൈന 4 പ്രധാന റെയിൽവേകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കിങ്ഹായ്, സിച്ചുവാൻ, യുനാൻ, ഇപ്പോൾ സിൻജിയാങ്ങും. ചൈനയുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് ടിബറ്റിനെ പൂർണ്ണമായും ചൈനീസ് വൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ റെയിൽവേകൾക്ക് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. വേഗതയേറിയ ട്രെയിനുകൾ എന്നത് കൈലാസ പർവ്വതം അല്ലെങ്കിൽ മാനസരോവർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം മാത്രമല്ല, മറിച്ച് സൈനികരുടെയും കുടിയേറ്റക്കാരുടെയും വിഭവങ്ങളുടെയും വേഗത്തിലുള്ള നീക്കത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അതിവേഗ റെയിൽവേ ശൃംഖല എന്ന് പറയുന്നതും ചൈനയുടേതാണ്. ഇതെന്ന് പറയുന്നത് ഏകദേശം 40,000 കിലോമീറ്ററിലധികം വരും. അതായത് ഏകദേശം 10 രാജ്യങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഇരട്ടിയിലധികം വരും എന്നർത്ഥം. ഇതിന് വിപരീതമായി ലോകത്തിലെ ഏറ്റവും വലിയ മൊത്തത്തിലുള്ള റെയിൽ ശൃംഖല എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ്. 1000 കിലോമീറ്ററിൽ താഴെയാണ് അതിവേഗ ലൈനുകൾ മാത്രമേ ഇവക്കുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ചൈനയുടെ ഈ ഒരു പാത എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. സിൻജിയാങ് ടിബറ്റ് റെയിൽവേയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിൽ ഒന്ന് എന്നത് കിഴക്കൻ ലഡാക്കിന്റെ ഭാഗമായതും എന്നാൽ 1950-കൾ മുതൽ ചൈനയുടെ അധിനിവേശത്തിന് കീഴിലുമായ അക്സായി ചിൻ എന്ന പ്രദേശമാണ്. ഇതിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. ഇന്ത്യൻ ചൈനീസ് സൈനികർ സമീപ വർഷങ്ങൾ ഏറ്റുമുട്ടിയ തർക്ക അതിർത്തിയായ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായിരിക്കും ഇതിന്റെ ട്രാക്കുകൾ പോകുന്നത്. ബീജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ ശൃംഖല ശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഈ പാതയിലൂടെ PLAക്ക് മുമ്പത്തേക്കാൾ വളരെ വേഗത്തിൽ സൈനികരെയും ഹെവി ഉപകരണങ്ങളെയും LACയിൽ എത്തിക്കാൻ കഴിയും. നിലവിൽ അതിർത്തിയിലെ പല ഭാഗങ്ങളും ചൈനയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ദൂരവും വികസനം നടക്കാത്തതുമായ സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ ഈ റെയിൽവേ പൂർത്തിയായി കഴിഞ്ഞാൽ ആ ബലഹീനത അപ്രത്യക്ഷമാക്കാൻ ചൈനയ്ക്ക് സാധിക്കും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് ചൈന ഈ പദ്ധതിയെ കാണുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈനിക മാനം അവഗണിക്കാൻ കഴിയുകയില്ല. വിശാലമായ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതിയാണ് ഇതെന്നാണ് നിരീക്ഷകർ വാദിക്കുന്നത്. സാമ്പത്തിക വികസനം എന്ന നിലയിലാണ് ചൈന ഇത്തരം പദ്ധതികൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ തർക്ക പ്രദേശങ്ങളിൽ ചൈനയുടെ നിയന്ത്രണം അവ ശക്തിപ്പെടുത്തുകയും ഭാവിയിലെ ഏത് സംഘർഷത്തിലും അതിന്റെ കൈകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഗാൽവാൻ, ഡോക്ലാം പോലുള്ള അതിർത്തി തർക്കങ്ങൾ കൂടുതൽ അപകടകരമാക്കിക്കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൈന്യത്തെ ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ കഴിവിനെയും ഈ റെയിൽവേ വർദ്ധിപ്പിക്കും. കണക്ടിവിറ്റിയുടെയും വികസനത്തിന്റെയും മറവിൽ ഹിമാലയൻ അതിർത്തിയിൽ ദീർഘകാല ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ഉദ്ദേശത്തെയാണ് ഇത് കാണിക്കുന്നത്. ലഡാക്ക് സംഘർഷത്തെ തുടർന്ന് 4 വർഷത്തിലേറെയായി നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യയും ചൈനയും ജാഗ്രതയോടെ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പദ്ധതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തർക്കഭൂമിയിലൂടെ ചൈന ഇപ്പോൾ പാതകൾ തുറക്കുമ്പോൾ യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെയുള്ള വിടവ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യ സ്വന്തം അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഇന്ത്യയുടെ പദ്ധതിയാണ് ഡാർബുക്ക് ഷ്യോക്ക് ദൗലത്ത് ബേഗ് ഓൾഡി റോഡ്. ഇത് ഗാൽവാൻ താഴ്വരയിലേക്കും കാരക്കോറം ചുരത്തിന് സമീപമുള്ള വടക്കേ അറ്റത്തുമുള്ള സൈനിക ഔട്ട്പോസ്റ്റിലേക്കും ലൈഫ് ലൈനായിട്ട് തന്നെ പ്രവർത്തിക്കും. സംഘർഷം രൂക്ഷമായാൽ ഇന്ത്യക്ക് വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ടാങ്കുകളും മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടെയുള്ള കനത്ത കവചങ്ങൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാത ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നത്. അതേസമയം ചൈനീസ് പെട്രോളിംഗിന്റെ കണ്ണിൽപ്പെടാതെ 130 കിലോമീറ്റർ ബദൽ റോഡിലും ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. DSDBO സ്ട്രെച്ചറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സൈനികരെയും സപ്ലൈകളെയും നീക്കുന്നതിൽ സൈന്യത്തിന് കൂടുതൽ വഴക്കം നൽകുന്നതിനുമാണ് ഈ കൂടുതൽ രഹസ്യമായ ലിങ്ക് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പദ്ധതികൾ വേഗത്തിലാക്കാൻ സർക്കാർ കൂടുതൽ തൊഴിലാളികളെയും വിന്യസിച്ചു കഴിഞ്ഞു. വിദൂര ഉയർന്ന പ്രദേശങ്ങളിൽ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായി വേതനവും വർദ്ധിപ്പിച്ചു. വിപുലമായ നിരീക്ഷണ ലോജിസ്റ്റിക് ശൃംഖലകൾ നിക്ഷേപിച്ചു. ഒരു പ്രതിസന്ധിയിൽ പ്രതികരണ സമയം കുറയ്ക്കുകയും അതിർത്തിയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തിനെതിരെ ഇന്ത്യയുടെ കൈ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ നിർമ്മിക്കുന്നത് കണക്ടിവിറ്റി മാത്രമല്ല, അടുത്ത തവണ ചൈന നിലവിലെ സ്ഥിതി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിന്റെ സ്ഥാനം നിലനിർത്താൻ കൂടുതൽ സജ്ജമാണ് എന്ന് ഉറപ്പാക്കുകയാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.